മൈറ്റി ഓസീസിനെ ടൂർണമെന്റിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം ഇതാ സ്വന്തം കളിത്തട്ടകത്തിൽ ശ്രീലങ്കയെ സ്വന്തം കാണികളുടെ മുന്നിൽ നാണം കെടുത്തിക്കൊണ്ട് സിംബാബ്വെ സൂപ്പർ 8ലേക്ക് പോവുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഭയക്കണം ഈ സിംബാബ്വെ ടീമിനെ. ഇന്ത്യ പ്രത്യേകിച്ച് ഭയക്കണം. സൂപ്പർ 8ൽ ഇന്ത്യ നേരിടാൻ പോകുന്ന രണ്ടാമത്തെ ടീം സിംബാബ്വെ ആണ്. സിംബാബ്വെ കരുത്തരാണ്, ശക്തരാണ്, വെറുതെ അല്ല വന്നത്. കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിൽ സിക്കന്ദർ റാസ പറഞ്ഞൊരു വാചകമുണ്ട്, അതായത് സിംബാബ്വെ ക്യാപ്റ്റൻ പറഞ്ഞൊരു വാചകമുണ്ട്. നിങ്ങൾക്കായിരിക്കും ഞങ്ങൾ സൂപ്പർ 8ൽ കയറിയത് അത്ഭുതമായിട്ട് തോന്നുന്നത്, പക്ഷേ ഞങ്ങൾക്ക് വലിയ ലക്ഷ്യങ്ങളാണുള്ളത് എന്നാണ് പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ തെളിയിക്കുന്ന കാഴ്ച. അതായത് ചുമ്മാ വാചകവടി അല്ലാണ്ട് ഇവിടെ പാകിസ്ഥാനിലെ പല താരങ്ങളും വാചകവടി മാത്രം കാണിച്ച് കളത്തിൽ ഇറങ്ങി ഓടുന്ന കാഴ്ച സിംബാബ്വെ അങ്ങനെയല്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് കാണിക്കുന്നു. ആദ്യം മൈറ്റി ഓസീസിനെ പുറത്താക്കുന്നു, ഇന്ന് ശ്രീലങ്കയെ പുറത്താക്കുന്നു. ആധികാരികമായ ചരിത്രപരമായ വിജയം. ഓർക്കണം, ശ്രീലങ്കയുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. പ്രേമദാസ സ്റ്റേഡിയത്തിൽ കൊളംബോയിൽ മത്സരം നടക്കുന്നു. പ്രേമദാസ സ്റ്റേഡിയം നമുക്ക് ഓർമ്മയുണ്ടാവും, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടന്നത് അവിടെയാണ്. പ്രേമദാസ സ്റ്റേഡിയത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 70 മീറ്ററോളമാണ് ഇതിൻ്റെ ബൗണ്ടറി ലൈൻസ് ഉള്ളത്. അവിടെ ശ്രീലങ്ക ആദ്യം ബാറ്റ് ചെയ്തിട്ട് 178 റൺസ് സ്കോർ ചെയ്യാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ എന്താ സംഭവിച്ചത്? ഇന്ത്യ 175 റൺസ് പോസ്റ്റ് ചെയ്തു. അപ്പം തന്നെ ആദ്യ ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഉറപ്പിച്ചിരുന്നത് ഇന്ത്യ ജയിക്കും എന്നുള്ളതാണ്. കാരണം 175 ഇസ് എ ബിഗ് ടോട്ടൽ ഇൻ പ്രേമദാസ സ്റ്റേഡിയം. അതൊരു നൈറ്റ് മാച്ചാണ്, അതും ഓക്കെ, അതും കീപ്പിൻ ഇൻ കൗണ്ട്. പക്ഷേ 175 വലിയ സ്കോറാണ്, ഇന്ത്യ ജയിക്കുമെന്ന് അപ്പം തന്നെ ഉറപ്പിച്ചു. പാകിസ്ഥാൻ ആവട്ടെ 61 റൺസിൽ പരാജയപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ 178 അവരവരുടെ ഹോം ഗ്രൗണ്ടിൽ സ്കോർ ചെയ്തു. താങ്ക്സ് ടു പത്തും നിസംഗ 62 റൺസ് സ്കോർ ചെയ്യുന്നു. ശ്രീലങ്കയ്ക്ക് വേണ്ടി ടോപ്പ് ഓർഡർ. കഴിഞ്ഞ മത്സരത്തിൽ 100 അടിച്ച മനുഷ്യരാണ്, അതായത് ആർക്കെതിരെ? ഓസ്ട്രേലിയക്കെതിരെ 100 അടിച്ച മനുഷ്യരാണ്. ഇവിടെ 62 അടിക്കുന്നു. കുശാൽ പെരേര 22 അടിക്കുന്നു. പവൻ രത്നനായക് 44 റൺ അടിക്കുന്നു, 25 പന്തുകളിൽ. ശ്രീലങ്കയുടെ ബാറ്റിംഗ് ലൈനപ്പ് ആണ് 178. ശ്രീലങ്ക ജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിംബാബ്വെ കംസ് ബാക്ക്. സെക്കൻഡ് ഇന്നിങ്സ് അവർ ബാറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നു. ബ്രയൻ ബെനറ്റ്, അവരുടെ സ്റ്റാർ ഓപ്പണർ, വിശ്വസ്തനായ ഓപ്പണർ വരുന്നു, നോട്ട് ഔട്ട് ആവുന്നു. 48 പന്തുകളിൽ നിന്നും 63 റൺസ്, 8 4, ഒരു ലോഫ്റ്റഡ് ഷോട്ടും ഇല്ല, ഒരു സിക്സും ഇല്ല. പക്ഷേ ക്ലാസ് ജെം ഓഫ് എൻ ഇന്നിങ്സ് ബ്രയൻ ബെനറ്റ് കളിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഓപ്പണറായ മറുമാനിയാണ്. മറുമാനി 26 പന്തുകളിൽ നിന്നും 34 റൺ അടിക്കുന്നു. സിക്കന്ദർ റാസ എന്ന അവരുടെ ക്യാപ്റ്റൻ 26 പന്തുകളിൽ നിന്നും 45 റണ്ണും അടിച്ചുകൊണ്ട് വളരെ അനായാസമായി സിംബാബ്വെ ജയിക്കുന്നു. അനായാസം ഇൻ ദ സെൻസ് 3 പന്തുകൾ ബാക്കിയുണ്ടെങ്കിൽ പോലും സിംബാബ്വെ കെയിം വിത്ത് എ ഫൈറ്റ്. അതായത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്ന് അവർ ജയിച്ച് കാണിച്ചു. ഞാൻ പറയുന്നു, സിംബാബ്വെ ഒരു ഫ്ലൂക്കിന് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതല്ല. സിംബാബ്വെ ഒരു ഫ്ലൂക്കിന് ഈ ടൂർണമെൻറ്റിൽ സൂപ്പർ 8ലേക്ക് കടന്നവരല്ല. ദി കെയിം ഇൻ വിത്ത് എ ചാലഞ്ച് ആൻഡ് ദേ ആർ പ്രൂവിങ് ദംസെൽസ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഗംഭീരമായ മത്സരം ശ്രീലങ്കയെ സ്വന്തം നാട്ടിൽ കാണികളുടെ മുന്നിൽ ഓടിച്ചു വിട്ട മത്സരമായിട്ട് മാറുകയും ചെയ്യുന്നു. ആൻഡ് ഇതിനകത്ത് ഫോളോ ഓഫ് വിക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ പോലും 3 ബൗളർമാർക്കാണ് സിംബാബ്വേയിൽ നിന്ന് 2 വിക്കറ്റ് കിട്ടുന്നത്. ഒന്ന് മുസാർ ബനിക്ക് കിട്ടുന്നുണ്ട് 2 വിക്കറ്റ്, ബ്രാഡ് എവൻസിന് കിട്ടുന്നുണ്ട് 2 വിക്കറ്റ്, അതോടൊപ്പം തന്നെ ഗ്രീൻ ക്രീമറിന് കിട്ടുന്നുണ്ട് 2 വിക്കറ്റ്. ഇതാണ് പറയാനുള്ളത്. ഇനി റയൻ ബേളിന് 1 വിക്കറ്റും ഉണ്ട് ശ്രീലങ്കയ്ക്കെതിരെ സിംബാബ്വേയുടെ ബൗളിംഗ് അറ്റാക്കിൽ. നേരെ മറിച്ച് സിംബാബ്വേയുടെ 4 വിക്കറ്റുകൾ മാത്രമേ ശ്രീലങ്കൻ ബൗളർമാർക്ക് പിഴുതെടുക്കാൻ സാധിക്കുന്നുള്ളൂ. അതിൽ ദുഷൻ ഹെമന്തയ്ക്കാണ് 2 വിക്കറ്റ്, വെല്ലാഗലയ്ക്ക് കിട്ടുന്നുണ്ട് 1 വിക്കറ്റ്, പിന്നെ അവരുടെ ക്യാപ്റ്റനായ ഷനക്കയ്ക്ക് കിട്ടുന്നുണ്ട് 1 വിക്കറ്റ്. പക്ഷേ അല്ലാതെ തന്നെ എക്കോണമി എടുത്ത് നോക്കിയാൽ ശ്രീലങ്കയുടെ പ്രധാനപ്പെട്ട ബൗളറായ പ്രമോദ് മധുഷൻ അവിടെ 11.5 എക്കോണമിയിലാണ് പോകുന്നത്. മഹേഷ് തീക്ഷണയെ പിന്നെ പറയേണ്ട 13.43 എക്കോണമി, 3.3 47 റണ്ണാണ് തീക്ഷണ വഴങ്ങിയത്. തീക്ഷണയൊക്കെ സ്റ്റാർ ബോളറാണ്. തീക്ഷണയൊക്കെ അറഞ്ചും പുറഞ്ചുമാണ് സിംബാബ്വെ അടിച്ചത്. ദിസ് ഇസ് ദ ക്വാളിറ്റി ഓഫ് സിംബാബ്വെ ക്രിക്കറ്റ്. ആൻഡ് ഞാൻ പറയുന്നു, സൂപ്പർ 8ൽ ഇന്ത്യക്ക് വെല്ലുവിളിയാകും. കാരണം കഴിഞ്ഞ ദിവസം നെതർലൻഡ്സിനൊപ്പം തന്നെ ഇന്ത്യ ജയിച്ചത് വെറും 17 റൺസിന് മാത്രമാണ്. നെതർലൻഡ്സിനെതിരെ പോലും ഫൈറ്റിംഗ് ചെയ്യാൻ കഴിയാതെ പോകുന്ന ഇന്ത്യ. അതായത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ വേറെ 210 ഇസ് ദ ഫസ്റ്റ് ആൾ. ഒരു ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് 210 ഒരു വലിയ ടോട്ടലെങ്കിൽ 195 ഇന്ത്യ ഒതുക്കാൻ നെതർലൻഡ്സിന് സാധിച്ചു. 193 ഒതുക്കാൻ നെതർലൻഡ്സിന് സാധിച്ചു. അത് അവരുടെ വലിയ കഴിവ് തന്നെയാണ്. സിംബാബ്വേയിലൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, കളി ടഫാകും. ഗംഭീരമായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സിംബാബ്വെ. വിത്ത് ഓൾ ദെയർ മോട്ടിവേഷൻ, ഓൾ ദെയർ സ്ട്രെങ്ത് അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായി ഈ മത്സരം കൂടെ കാണാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് പറയുന്നത്. സോ മൈറ്റി ഓസീസ് ഒക്കെ തൂത്ത് പുറത്താക്കിയതിന് ശേഷം ദ മൈറ്റി സിംബാബ്വിയൻസ് ആൻഡ് ദേ ഹാവ് കം വിത്ത് എ ഫൈറ്റ് ആൻഡ് ദേ ആർ നോട്ട് ഗോണ ലെറ്റ് ദംസെൽവ്സ് ഡൗൺ. ആ രീതിയിൽ തന്നെ അവന്മാർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായ കളി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സൂപ്പർ 8ൽ ഇന്ത്യ സിംബാബ്വെ മത്സരം നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാൻ വരട്ടെ. ഞങ്ങൾ 2.0 വേർഷനിൽ തിരികെ വരാൻ പോവുകയാണ് എന്ന് ഉറക്കെ വിളിച്ച് പ്രഖ്യാപിക്കുകയാണ് സിംബാബ്വെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.